ഷൈൻ ചേട്ടൻ കുട്ടു സർ. ഓക്കെ, പെർഫെക്റ്റ് ചോയ്സ്. ദുഷ്ട. അതും അത് അല്ല, അത് മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി വരുമോ എന്നുള്ളതാണ് ടാസ്ക്. എനിക്ക് അന്ന് എന്നോട് ഒരു പരിപാടിക്ക് പോയപ്പോ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 5 രൂപ ട്രാൻസ്ഫർ ചെയ്ത ആളുടെ കാര്യം ചോദിക്കായിരുന്നു. എനിക്ക് തിരിച്ചൊരു 5 രൂപ ട്രാൻസ്ഫർ ചെയ്തു. പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറയാണ്, നീയാണല്ലോ എനിക്ക് പൈസ തന്നെ. ആ പൈസ തന്നതിന്റെയാണ് ഈ. അയ്യോ, പേരെന്തായിരുന്നു? അപ്പൂന്നല്ലേ? അപ്പൂനൊന്ന് കുളിപ്പിക്കായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ടൈമില് ടീച്ചറിന്റെ അടുത്തുനിന്ന് അടി വാങ്ങിച്ചത് എന്തിന്? സ്കൂളിൽ പഠിക്കുമ്പോഴോ? സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചറായിരുന്നു ശ്രദ്ധിക്കാത്തതാണ്. നഴ്സറിയിൽ ഞാൻ ഡാൻസ് ചെയ്തപ്പോ, ഡാൻസ് ആണ് പ്രശ്നേഷ് അങ്ങനെ എന്തോ ആയിരുന്നു സംഭവം. ഡാൻസിനാ തോന്നുന്നു. ഡാൻസ് ചെയ്തപ്പോ എനിക്ക് ഒരു സോപ്പ് കെട്ടി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അപ്പം അപമാനിച്ചു കഴിഞ്ഞ ഏത് വിഷയത്തിന് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ? അല്ലാതെ വെറുതെ ഒരു പേരിന് ഇന്റിമസി ഒരു സമയത്തും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ആർട്ടിസ്റ്റ് ചേച്ചി നമ്മള് അല്ലാതെ വെറുതെ ചിലപ്പോ ചിലൊരു കളറ് ആക്കാൻ വേണ്ടിട്ടൊക്കെ ചിലർ പറയാം. അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. Bonjour, you're watching Milestone Makers and this is Harviora presents Fantastic Faustina. അപ്പൊ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് കൊച്ചി കാക്കനാട് എടച്ചിറ റൂട്ടിലുള്ള നമ്മുടെ ക്വിസിനിയിലാണ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള നമ്മുടെ കുട്ടി താരം നമ്മുടെ മാളൂട്ടിയാണ്. അപ്പൊ മാളൂട്ടി, വെൽക്കം ടു. പിന്നെ ഇല്ലട ചക്കര, നിന്റെ പുതിയ മൂവിക്ക് ചേച്ചി ഇന്ന് ഇന്റർവ്യൂ എടുക്കും. കൊച്ചാണെന്ന് നമ്മുടെ ഗസ്റ്റ്. എന്ത് പറ്റിന്ന്? ഏത് ചേച്ചി വരണം? ഞാനാ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ പോണേ. ഇത് ചേച്ചിയാ വരണേ? ആര്? ആരാ വന്നേന്ന്? അത് ചേച്ചി ഇപ്പൊ വരുവോ? അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്താ? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ വന്നേ? അപ്പൊ അതിഥി ചേച്ചി വന്നാൽ എന്റെ അടുത്ത് പറഞ്ഞില്ല. വരൂന്ന് ഉറപ്പാണോ? അണ്ട് പ്രിപ്പയർ ചെയ്തോ വല്ലോ? ഇനി വന്നില്ലെങ്കിൽ ആട്ടാ വരുവോ? കണ്ടോക്കാം, നോക്കി നോക്കാം. കൊമ്പൊക്കെ കെട്ടി ഭയങ്കര 5 മിനിറ്റിനുള്ളിൽ വരുമല്ലോ. ഇനി വന്നില്ലെങ്കിലാണ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം 5 മിനിറ്റ്. ഓക്കെ, വെൽക്കം ബാക്ക് ടു മാജിക് പോട്ട് വിത്ത് മാളൂട്ടി ഇൻ മൈൽസ്റ്റോൺ മേക്കേഴ്സ്. അപ്പൊ ഇന്ന് ഞാനൊരു ഗസ്റ്റിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അതിഥി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അതിഥി ചേച്ചിയാണ് വന്നിരിക്കുന്നത്. വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും സുഖാണോ വീട്ടിലൊക്കെ? വീട്ടിലെല്ലാവരും ചേച്ചിക്ക് സുഖാണോ? സുഖാണ്. മോൾക്ക് സുഖാണോ? എനിക്ക് സുഖാ. ചേച്ചി ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. അവിടെ ഞങ്ങളൊക്കെ കഴിച്ചു. എന്താ കഴിച്ചു? ഞങ്ങള് ദോശയും കുറുമയും കഴിച്ചു. പിന്നെ എന്തോ ഒരു സേമിയത്തിന്റെ എന്തോ സാധനം ഉണ്ടായിരുന്നു. സേമിയത്തിന്റെ എന്തോ ഒരു സാധനം എന്തായിരുന്നു? സേമിയത്തിന്റെ ഒരു സ്വീറ്റ് ആണോ? സ്വീറ്റ് അല്ല, സേമിയ ഉപ്പുമാവ് അതുണ്ടായിരുന്നു. കഴിച്ചു. പിന്നെ ചേച്ചി ഇപ്പൊ എന്താ കഴിച്ചേ? ഞാൻ ചപ്പാത്തിയും എഗ് കറി. പിന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ചേച്ചിന്റെ പുതിയ പടം റിലീസ് ആവുന്നുണ്ടല്ലോ. പുതിയ പടം റിലീസ്. അതിലൊരു കുഞ്ഞു ബേബി ഇല്ലേ? കുഞ്ഞു ബേബി ഉണ്ട്. അപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ നല്ല രസമായിരിക്കില്ലേ? നല്ല രസമായിരുന്നു. ഞാനും ആ ബേബി ആയിരുന്നു ഏറ്റവും കൂടുതൽ സീൻസ് ഉണ്ടായിരുന്നത്. അപ്പം എപ്പോഴും ഞാൻ ആ ബേബിയും ഭയങ്കര കമ്പനി ആയിരുന്നു. എന്നെ മമ്മീന്നൊക്കെ വിളിക്കുക ബേബി ഇപ്പോഴും. ഷൂട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞു. 28-ാം തീയതി ആ സിനിമ ബിഗ് ബെൻ എന്ന് പറഞ്ഞ സിനിമ റിലീസാണ്. അപ്പൊ പോയി കാണും. അതിലൊരു കുഞ്ഞു ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് പോയി കാണണം. ഇഷ്ടാവും ആ ബേബീനെ. ഒരു സിനിമയല്ലേ? ഒരു സിനിമ ഏതാ? ലാലേട്ടന്റെ. ലാലേട്ടന്റെ ഏത് സിനിമയായിരുന്നു? 12th മാൻ ആണോ? 12th മാൻ പോലെയാണോ? 12th മാൻ പോലെയല്ല. 12th മാനിൽ ഞാനൊരു ചേട്ടനും പെയറായിരുന്നു, അനുമോഹൻ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടുപേര് തന്നെയാണ് ഈ സിനിമയിൽ പെയർ ചെയ്തത്. ആ സിനിമ പോലെയല്ല, അത് വേറെ ജോണറാ. ഇത് വേറെ. ഇതൊരു ഫാമിലി ഡ്രാമ ത്രില്ലർ. അത്
അത് എന്റെ അത്രയുള്ള കുട്ടികൾക്കൊക്കെ കാണുമ്പോ പേടിയാവോ? പേടിയാവില്ല, മോളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ കാണാൻ തോന്നും. അതുപോലത്തെ കുഞ്ഞു ബേബി സിനിമയിൽ ഫുൾ ഉണ്ട്, ത്രൂ ഔട്ട് ഉണ്ട്. നല്ല രസമായിട്ട് അഭിനയിച്ച് നല്ല മിടുക്കി മോള്. അപ്പൊ അത് കാണാൻ ഈ കുട്ടികൾക്ക് ഇഷ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബേബീസിന് ഇഷ്ടല്ലേ? ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്തായാലും സിനിമ കാണണം. എന്തായാലും കാണും. ഈ ബേബി നല്ല രസമായില്ല കാണാൻ. മോളെ പോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി. ഞാൻ പിന്നെ വേറൊരു സെഗ്മെന്റ് തുടങ്ങണ്ടേ നമുക്ക്? എന്താണ് സെഗ്മെന്റ്? ചോദ്യം. പണിയാണോ? ഞാൻ പറയട്ടെ, മാജിക് വേർഡ് വിത്ത് മാളൂട്ടി. ഇതും തരും എനിക്ക്. ഇതോ? പേരെന്തായിരുന്നു? അപ്പൂന്ന് അല്ലേ? അപ്പൂനൊന്ന് കുളിപ്പിക്കായിരുന്നു. ഇത് എത്ര നാളായി അപ്പൂനെ കിട്ടിയിട്ട്? ഇത് ഒരു പണ്ട് മാത്സ് കിട്ടിയതാ. മാത്സ് കിട്ടിയതാ, നല്ലതാ, വെച്ചോ. പക്ഷെ ഇതില്ലേ, പക്ഷെ ഇത് കാണാണ്ടായി. അപ്പം വേറൊരു ഷോയിൽ പോയപ്പോ എനിക്ക് വാങ്ങി തന്നതാ. ഇത് കാണാണ്ടായിട്ട് പിന്നെ എങ്ങനെ വാങ്ങി തന്നു? വേറെ വാങ്ങിച്ചു തന്നു? അത് പോയി അപ്പോ? അമ്മയല്ല, അതിലത്തെ ആങ്കർ വാങ്ങിച്ചു. ആങ്കർ വാങ്ങിച്ചെന്നാ? ഓ, ഞാൻ ഈ സിനിമ കാണാൻ പോയി, ഞാനും വാങ്ങിച്ചുതരാം ഇതുപോലെ. ബിഗ് ബൻ 28-ാം തീയതി കാണാൻ പോവും. അപ്പൊ ഞാൻ ഇതുപോലത്തെ വാങ്ങിച്ചുതരാം. കളിക്കാം, വാ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ മാജിക് പോട്ടില്ലേ, ഇതിലൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? ഇതെങ്ങനെ കിട്ടുകയെന്നും എന്താന്നൊന്നും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. ഇതിനുള്ളില് ഒരു സാധനം ഉണ്ട്. ആണോ? അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ, അപ്പൊ ഇത് വെറുതെ അല്ല കിട്ടുക. വെറുതെ കിട്ടില്ല. ഞാനൊരു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. കുറെ. അയ്യോ, കുസൃതിയാണോ? കുസൃതി അല്ല. എനിക്ക് ഒന്നും അറിയില്ല. കുസൃതി അല്ല. ക്ലൂ തരണം. ക്ലൂ ഇപ്പൊ ഞാൻ അപ്പൊ കിട്ടുകയാണെങ്കിൽ ശരി ശരി, ചോദിക്കും, എന്നിട്ട് നോക്കാം. ഇത് ചോദ്യം എന്ന് വെച്ചാല് അതിനൊക്കെ നല്ല സ്മാർട്ടായി ഉത്തരം പറഞ്ഞാൽ ഇത് തരും. സ്മാർട്ടായിട്ട് ഉത്തരം പറയണോ? ഞാൻ അത്ര സ്മാർട്ട് അല്ല. പിന്നെ കുഴപ്പമില്ല, നോക്കാം. ഉത്തരം കറക്റ്റായി പറഞ്ഞാൽ കിട്ടും. ഉത്തരം രചിതാണ് പറയണം. ശരി, ചോദിക്കും. ഫസ്റ്റ് ചോദ്യാണ്. കുറച്ച് ടാസ്ക് ടഫായിട്ടുള്ളതാണ്. ചോദിക്കും. സ്കൂളിൽ പഠിക്കുന്ന ടൈമില് ടീച്ചറിന്റെ അടുത്തുനിന്ന് അടി വാങ്ങിച്ചത് എന്തിന്? സ്കൂളിൽ പഠിക്കുമ്പോഴോ? സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ ശ്രദ്ധിക്കാത്തതാണ്. എന്ത്? ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ ഫ്രണ്ട് അപ്പോ ഫ്രണ്ട്സ് ആയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കില്ലേ, അപ്പൊ ഫ്രണ്ട്സിന് അടി കിട്ടൂലേ? ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച്. ഒറ്റയ്ക്കല്ല, എനിക്ക് എപ്പോഴും കൂട്ടുണ്ടായിരുന്നു. രണ്ടുപേരെ എണീപ്പിച്ചെടുത്ത് അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആരും അടിച്ചിട്ടില്ല. പിന്നെയോ? അപ്പൊ സിനിമയിൽ നിന്ന് പകുതിക്ക് ഇറങ്ങിപ്പോയ സിനിമയോ? പകുതിക്ക് ഇറങ്ങി പോയിട്ടുണ്ട്, ബോറടിച്ചിട്ട്. പക്ഷെ പടത്തിന്റെ പേര് പറയില്ല. പഴയ പടം, കൊറേ നാള് മുന്നേ. അയ്യോ ഇല്ല, ആ പേര് ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി. സത്യം, ഞാൻ മറന്നുപോയി. ഒരു പടം ഉണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി അതേതാ പേരൊന്നും. ഒറ്റ പടത്തിന് ഞാൻ ഇറങ്ങിപ്പോയിട്ടുള്ളൂ. ഏത് പടത്തിന്? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പഴയ കൊറേ നാള് മുന്നേ. അപ്പൊ സത്യമായിട്ടും മറന്നിട്ടില്ലല്ലോ? മറന്നു പോയതാ. ആക്ച്വലി ഞാൻ അന്ന് മാളൂട്ടിയുടെ പോലെ അല്ല, കുഞ്ഞായിരുന്നേ. അപ്പൊ വീട്ടുകാർ ഇറങ്ങിപ്പോയപ്പോ കൂടെ പോകേണ്ടി വന്നു. അല്ല, ഞാനായിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. എനിക്ക് ഇഷ്ടാ സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ സിനിമയും കാണും. അപ്പൊ കാർട്ടൂൺ ഇഷ്ടാണോ? കാർട്ടൂൺ കുഞ്ഞിലും ഇഷ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ കാണലില്ല. ഇപ്പൊ ആരാ ഇഷ്ടം കാർട്ടൂണില്? കുറച്ച് കാർട്ടൂൺസ് ഒക്കെ കുറെ എനിക്ക് ഇഷ്ടം. 3 കാർട്ടൂൺസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഡോറയും, മാഷ് ആൻഡ് ദി ബെയറും, പെപ്പ പിഗും. ഡോറേനെ ഇഷ്ടാണല്ലേ? അത് 3 ഇഷ്ടം. ഡോറയുടെ പോലെ ഡോറ ഇപ്പൊ കൊറേ ദിവസമായി കണ്ടിട്ട് വീട്ടിൽ ടിവി ഇല്ല. എന്ത് പറ്റി? ടിവിക്ക് ടിവി വാങ്ങണം. ടിവി വാങ്ങിയിട്ടില്ലേ? എന്താ ടിവി വാങ്ങിച്ചു തരാത്തെ? വാങ്ങണം. ആണോ? അപ്പൊ ഇതില് ഇപ്പൊ മുന്നതൊക്കെ എപ്പോഴാ എവിടെയാ കാണുമായിരുന്നു? ഇത് വയനാട് ടിവി ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാണാറില്ല, പിന്നെ ഇപ്പൊ കാണാറില്ല. അതെയോ? പെപ്പ പിഗ് ഒക്കെ അപ്പോഴാണ് കാണാറില്ല. നല്ല രസമായിരുന്നു. അതിന്റെ ഇപ്പൊ എവിടെ ഇതൊക്കെ കാണുക ഈ കാർട്ടൂണൊക്കെ? ടിവി ഇല്ലാതെ അപ്പുറത്ത് കണ്ടിട്ടില്ല. ഇതൊക്കെ എപ്പോഴാ അത് ഇങ്ങനെ അറിഞ്ഞ ഇതിനൊക്കെ പറ്റി, കാർട്ടൂണിനൊക്കെ പറ്റിയപ്പോ? പണ്ട് കുഞ്ഞിതാകുമ്പോ. പണ്ട് കുഞ്ഞിതായിരുന്നപ്പോ പറഞ്ഞു. ചെറുപ്പത്തില് ഞാൻ മാഷേനെ പോലെയായിരുന്നു. എനിക്ക് മുടിയൊക്കെ ഇത്രയായിരുന്നു. അതെ അതെ, ചെറുപ്പത്തില്. ശരിയാണ്. അതിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് കാണിച്ചു തരണം ഇന്റർവ്യൂ കഴിയുമ്പോ, ചെറുപ്പത്തിലെ ഫോട്ടോ. പക്ഷെ നമ്മളൊരു ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞില്ല. ടീച്ചർ അടി കിട്ടിയത് ശ്രദ്ധിക്കാതെ. അതല്ല, വേറൊരു ചോദ്യം കഴിഞ്ഞിട്ടാണ് നമ്മള് വന്നത്.
അതിന്റെ സിനിമേന്റെ പേര് ഓർമ്മയില്ല. പേര് ഓർമ്മയില്ല. സത്യം. അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത പ്രാവശ്യം പറയണേ. അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ആകുമ്പോ കിട്ടുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. ശരി ശരി, ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യന് അടുത്ത question. ടീച്ചർ ചെറിയതായപ്പോ കുഞ്ഞതായപ്പോ സോപ്പും പെട്ടി ഗിഫ്റ്റ് കിട്ടിയത് എന്തിന്? എനിക്ക് കിട്ടിയിട്ടുണ്ട് ഡാൻസ് ചെയ്തതിന്. ഡാൻസ്. നഴ്സറിയിൽ ഞാൻ ഡാൻസ് ചെയ്തപ്പോ, ഡാൻസ് ആണ് പ്രശ്നേഷ് അങ്ങനെ എന്തായിരുന്നു സംഭവം. ഡാൻസിനാ തോന്നുന്നു. ഡാൻസ് ചെയ്തപ്പോ എനിക്ക് ഒരു സോപ്പ് പെട്ടി കിട്ടിയിട്ടുണ്ട്. ആണോ? അപ്പൊ ഇത് അപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ ആ സോപ്പും പെട്ടി? ഇല്ല, ആ സോപ്പും പെട്ടിയൊക്കെ പോയി. അതൊക്കെ ഞാൻ അപ്പഴ തന്നെ 2 പീസാക്കിയില്ലേ. കുറച്ച് വീട്ടിലെത്തി 2-3 ദിവസം അതൊക്കെ വെച്ച് കളിച്ചു കഴിഞ്ഞപ്പോ 2 പീസായി. പിന്നെ അത് അമ്മ എടുത്ത്. അപ്പൊ അത് സോപ്പ് ഇട്ട് വെച്ചിട്ടില്ല? സോപ്പ് ഇട്ട് വെച്ചിട്ടില്ല. കളിക്കാൻ എടുത്തോ? ഞാനും അതെ, എനിക്കും അങ്ങനെയാ. എന്തെങ്കിലും ഐസ്ക്രീമിന്റെ പെട്ടിയൊക്കെ എടുത്താൽ നമ്മള് കളിക്കില്ലേ, അങ്ങനെ കളിച്ച് അത് നശിപ്പിച്ചു. കിച്ചൺ ടോയ്സ്. മനസ്സിലായി. എനിക്ക് അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു ഈ സ്വഭാവം. നമ്മൾ സെയിം പിഞ്ച്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അങ്ങനെ ഇടയിലിടയിൽ ചോദിക്കും. ശരി ശരി, ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒരു, ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടഫ് ഏതാന്ന് വെച്ചാല് സ്കൂളിൽ പഠിക്കുമ്പോ മാർക്ക് കിട്ടിയത് എപ്പോ? ഏത് വിഷയത്തിന് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ? ഏത് വിഷയത്തിന് ഏറ്റവും കുറവാ? എനിക്ക് ഏറ്റവും കുറവ് കിട്ടിയത് കെമിസ്ട്രിയില്. അതെന്ന് വെച്ചാ കെമിസ്ട്രി ഒരു സബ്ജക്റ്റാ. കെമിസ്ട്രി ഇപ്പൊ കുറവ്. കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാളുട്ടിയും പഠിക്കും. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി കുറേ ഉണ്ട്. അങ്ങനെ ഒക്കെ പഠിക്കേണ്ടി വരും. ഞാൻ വിചാരിച്ചത് ഏതിലാണ്? യുകെജിയിലൊക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ട്. നല്ല മാർക്സ് ഉണ്ടായിരുന്നു. മാളുട്ടിക്ക് ഇപ്പൊ നല്ല മാർക്സ് ഉണ്ടാവുമല്ലോ. എനിക്ക് ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, കുറച്ച് ദിവസമായി സ്കൂളിൽ പോയിട്ട്. സ്കൂളിൽ പോകുന്നില്ലേ? ഷൂട്ട് ഉണ്ടാ? സ്കൂളിൽ പോയിട്ട് ഷൂട്ടിന് പോയാ മതി. രണ്ടിനും പോവോ? രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ, ഐ മീൻ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റുന്ന. ഒന്ന് ഷൂട്ട് ഇല്ലാത്തപ്പോ സ്കൂളിൽ പോകും, സ്കൂൾ ഇല്ലാത്തപ്പോ ഷൂട്ടിന് പോകും, ഷൂട്ട് ഇല്ലാത്തപ്പോ സ്കൂളിൽ പോകും, ഷൂട്ട് അങ്ങനെ പോകും. ചില ദിവസമൊക്കെ ഷൂട്ട് വരുമ്പോ ഞാൻ സ്കൂളിൽ പോകാറില്ല. ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നൊക്കെ എപ്പോഴാ? സ്കൂളും ഷൂട്ടും മാത്രമല്ലോ, കളിക്കാനൊന്നും പോകാറില്ല. ലുലുലല്ല, വീടിന്റെ തൊട്ടപ്പുറത്ത് അങ്ങനെയൊന്നും പോയി കളിക്കില്ല ഫ്രണ്ട്സ് ആയിട്ടൊന്നും? ഫ്രണ്ട്സ് ഉണ്ടാ, ഞാന് ഒരു വട്ടം ഫ്രണ്ട്സിന്റെ റൂമിൽ പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നതായിരുന്നു കൂടുതലും. ഈ പുറത്ത് ഈ മരങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നും പോയി കളിക്കൊന്നുമില്ല? എനിക്ക് പുറത്ത് കളിക്കണം. മഴയത്തൊക്കെ കളിക്കില്ല? മഴയത്ത് കളിക്കാം. മഴയൊക്കെ വരുമ്പോ ഇറങ്ങി ഒന്ന് കളിക്കില്ലേ? അങ്ങനെ കളിക്കണം. ഈ റൂമില് ഫോണില് ഫ്രണ്ട്സ് റൂം അങ്ങനെയല്ല, പുറത്തൊക്കെ പോയി മരത്തിന്റെ അവിടെ ഇവിടെയൊക്കെ പോയി മരം തൊട്ട് കളിക്കുക. സ്കൂളിൽ നിന്ന് പിന്നെ വെയിലുള്ള ടൈമില് ഒരു മാവിന്റെ ചോട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ കളിക്കണം കേട്ടാ. പിന്നെ വെയിലില്ലാത്തപ്പോ പാർക്കിലും പോയി കളിക്കും. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എല്ലാം ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല, എല്ലാം കവർ ചെയ്തു. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ? ഉത്തരം പറയാൻ ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? സബ്ജക്ട് മലയാളം. മലയാളം ഇഷ്ടാ? അടിപൊളി. ഏറ്റവും ഇഷ്ടമുള്ള വയനാടാ? അപ്പൊ മലയാളം, പിന്നെ മലയാളം ഫസ്റ്റ് ഇഷ്ടപ്പെടണം, എന്നിട്ട് ബാക്കി സബ്ജക്ട് ഇഷ്ടപ്പെട്ടാ മതി. ഫസ്റ്റ് മലയാളം ഇഷ്ട. പിന്നെ കൂട്ടക്ഷരം ഇഷ്ടം. കൂട്ടക്ഷരം? ഇങ്ങനെ അങ്ങനെ എഴുതുന്നത്. ഇംഗ്ലീഷില് കൂട്ടക്ഷരം എഴുതാ ഇഷ്ടം? കൂട്ടക്ഷരമല്ല, ഇംഗ്ലീഷ് ഇഷ്ടമാണ്. ലെറ്റേഴ്സ് ഇഷ്ടം? എല്ലാ സബ്ജക്റ്റും ഇഷ്ടം. മടുപ്പ് വരും, അത് ശരിയാ. കുറെ പഠിക്കുമ്പോ ആർക്കായാലും മടുപ്പ് വരും. സിനിമ ഇഷ്ടമാണോ? സിനിമ ഭയങ്കര ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഏറ്റവും ഇഷ്ടമുള്ള നടനാരാ? മമ്മൂട്ടി, ലാലേട്ടനും ഒരേപോലെ ഇഷ്ടം. എനിക്കും അതെ, സെയിം പിഞ്ച്. എനിക്ക് ഒരേപോലെ ഇഷ്ടം മമ്മൂട്ടി, ലാലേട്ടൻ. അപ്പൊ അവിടെ ഏതൊക്കെ പടം കണ്ടിട്ടുണ്ട്?
അവരുടെ എല്ലാ പടവും ഞാൻ കണ്ടിട്ടുണ്ട്. ആ മാളൂട്ടി എല്ലാ പടം കണ്ടിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുള്ള പടം കണ്ടിട്ടുണ്ടോ? ആ ഏതാ? ഹരികൃഷ്ണൻ യെസ്. കണ്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടാണത് ഹരികൃഷ്ണൻ. അവര് രണ്ടുപേരുള്ള പടം നല്ല രസാ. പിന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ടോ? ഫാമിലി ആയിട്ട് അമ്മയും അച്ഛനും എല്ലാവരും കൂടെ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, പിന്നെ അനിയനോ ആരെങ്കിലും ഉണ്ടോ? ചേച്ചിയോ അനിയൻ? വയനാട്ടില് കുറച്ച് പേരുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അല്ല, എല്ലാവരായിട്ടും കൂടെ സിനിമയ്ക്ക് പോവാറുണ്ടോ? ഈ ഫ്രണ്ട്സും ഫാമിലി ഒക്കെ കൂടെ? അത് അമ്മയും അച്ഛനും കൂടെ? ഓർമ്മയില്ല. എന്നാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണോ? ഞങ്ങളുടെ ബിഗ് ബെൻ എന്ന് പറഞ്ഞ സിനിമ 28-ാം തീയതി, ഈ മാസം 28-ന് റിലീസ് ആവുന്ന ബിഗ് ബെൻ തിയേറ്ററിൽ പോയി. ചേച്ചി ഇത് കഴിഞ്ഞില്ല ഇതുവരെ. ചേച്ചി ആക്ച്വലി വരണേക്ക് മുന്നേ ഇവിടെ ഭയങ്കര തല്ല് നടക്കായിരുന്നു. ഞാൻ ശരിക്കും ഇന്റർവ്യൂ എടുക്കാന്ന് വിചാരിച്ചാ, ഇവളെ ഗസ്റ്റ് എന്നൊക്കെ വിചാരിച്ചാ വന്നത്. ഇവിടെ വന്നപ്പോ പുള്ളിക്കാരത്തി ഭയങ്കര തല്ല്. ചേച്ചി വരുന്നുണ്ട് ഇന്റർവ്യൂ എടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്റർവ്യൂ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇന്റർവ്യൂ ആയിരുന്നു, വളരെ രസമായിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്തു. ഭയങ്കര അടിപൊളിയായിരുന്നു മാളൂട്ടി. ഇനി നമുക്ക് ബിഗ് ബെന്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കണ്ടേ? അപ്പൊ ശരി മാളൂട്ടി, ഇനി ചേച്ചി കുറച്ച് ബിഗ് ബെന്റെ വിശേഷങ്ങൾ ചോദിക്കട്ടെ. ഇത് മാജിക് ബോട്ടിൽ എന്തോ? മാജിക് ബോട്ടിൽ ഒളിച്ചിരിക്കണ്ട, നമുക്ക് കൊടുത്തോ ചേച്ചിക്ക്? എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഉത്തരവൊക്കെ പറഞ്ഞല്ലേ. എന്തായാലും നോക്കട്ടെ. ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ഒക്കെ ചേച്ചിക്ക് തന്നു. എനിക്ക് മാൾസ് ഇഷ്ടം. ഏതൊക്കെ വേണ്ട? മാൾസ് വേണം? ഏതായാലും കുഴപ്പമില്ല, എനിക്ക് ഒന്നും മതി. ബാക്കി മുഴുവൻ കുടിച്ചില്ലല്ലോ. ബാക്കി മുഴുവൻ മാളൂട്ടി എടുത്തോ. പോയാ മതി. ചേച്ചി ഇപ്പം സ്വീറ്റ്സ് അധികം കഴിക്കില്ല. ഞാൻ ഇതൊന്ന് ചോദിച്ചോട്ടെ? ഓക്കെ, കസേര മാറ്റം. എനിക്കൊരു കിസ് തന്നിട്ട് പോവോ? വന്നല്ലേ, ഡിഫറൻസ് വരത്തില്ലേ? താങ്ക് യു. ബൈ. മൂവി കാണണേ, മൂവി കാണണം. അമ്മയോട് പറയണം കേട്ടോ. ബൈ. അപ്പൊ ചേച്ചി, ഹലോ. മാളൂട്ടിയുടെ സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. വിസിലെടുക്കാൻ മറന്നു തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ചേച്ചി പ്രിവ്യൂ കാണാൻ പോവാല്ലേ? അപ്പൊ അതിന്റെ തിരക്കും ഇതൊക്കെ മുഖത്ത് കാണാനുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വേഗം മൈൻഡ് അപ്പ് ചെയ്യണ്ടോണ്ട്. ചേച്ചി ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ അലമാര കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ചെയ്യാൻ ഭയങ്കര സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു മൂവിയാന്ന് തോന്നുന്നു ബിഗ് ബെൻ. അലമാരയ്ക്ക് ശേഷം 10-ാം വളവ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്നാലും കുറച്ചും കൂടെ ചേച്ചിക്ക് ചേച്ചിയുടെ ആ ഒരു ടാലന്റ് നമുക്ക് ഒന്നും കൂടെ കാണിക്കാൻ പറ്റും. എല്ലാം ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്ന സിനിമകളായിരുന്നു. ഇതും വേറൊരു ടൈപ്പ് ഓഫ് മൂവി, വേറൊരു ഡിഫറെന്റ് ജോണറിലാണ്. അപ്പം ഇതിൽ എനിക്ക് പറഞ്ഞ പോലെ അഭിനയിക്കാനുള്ള മുഹൂർത്തങ്ങളുണ്ട്, കുറെ ഇമോഷന്റെ ഓരോ വേരിയേഷൻസ് ചെയ്യാനുണ്ട്. അപ്പം ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു വേരിയേഷൻസ് എനിക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ റൊമാൻസ് ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, ഇത്തിരി ഇന്റിമസി ഉണ്ട്. അതൊന്നും ഞാൻ വേറെ സിനിമയിൽ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ 1-2 വേരിയേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ സന്തോഷമുണ്ട്. ഇപ്പൊ നമുക്ക് ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും ഇപ്പൊ നമുക്ക് ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും കുറെ ഈ പറഞ്ഞ വേരിയേഷൻസ് നമുക്ക് മനസ്സിലാവും. അതിനകത്ത് നേരത്തെ മാളൂട്ടി വെച്ച പോലെ ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു ഇതിലും പോണ ഒരു ട്രാക്ക് ഉണ്ട്. അതിനകത്ത് എനിക്ക് തോന്നിയത് കുട്ടീനെ കാണാണ്ടാവണം അങ്ങനത്തെ ഒരു സംഭവമാണോ? അങ്ങനെ അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പം നമ്മളിപ്പോ പുറത്തുള്ള രാജ്യത്തെ പല നിയമങ്ങളും ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമാണ് ഇത്. അപ്പം അതിന്റെ പുറകെ സിനിമ കാണുമ്പോൾ നമുക്ക് ഇവിടെ ചെയ്യണ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു കേട്ടിരുന്നത്, ഇവിടെ ചെയ്യണ കുറെ കാര്യങ്ങൾ പുറത്ത് തെറ്റായിരിക്കും. പുറത്ത് നമുക്ക് ഇവിടെ വളരെ ഫ്രീഡം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അവിടെ പല കാര്യങ്ങൾക്ക് റൂൾസ് ഒക്കെ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പണിഷ്മെന്റുകളാണ്. അപ്പൊ അങ്ങനെ അതിനൊക്കെ വളരെയധികം സീരിയസ് ആയിട്ട് പറയുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിൽ മോളുടെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ട്രാക്കും വരുന്നുണ്ട്. അപ്പൊ പക്ഷെ അത് മൂവി കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സസ്പെൻസ് കളയണ്ട, അത് തോന്നുന്നു മോശമല്ലേ? അതെ ചേച്ചി, ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് ഒരു ഇന്റിമേറ്റ് സീൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതിന് മുന്നേ ഞാൻ ആക്ച്വലി നമ്മുടെ സുരാജേന്റെ ചേച്ചിയുടെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ഇവിടം വരെ എത്തുമ്പോ മറ്റേ ബ്ലാക്ക് ലൈറ്റ് കയറി വന്നിട്ട്. അല്ല, അതെനിക്ക് അതങ്ങനെ മമ്മി വഴക്കുറന്നൊക്കെ ഞാൻ ചുമ്മാ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ശരിക്കും ഞാനും വിചാരിച്ചു അങ്ങനെയാണ്. അല്ല, അന്ന് നമുക്ക് ഭയങ്കര ആ മൂവിയിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ സീൻസ് ഒക്കെ പറയുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ചെയ്യാനും അങ്ങനെയൊക്കെ. ഇപ്പൊ കുഴപ്പമില്ല, ചിലത് നമുക്ക് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിൽ ചെയ്യേണ്ട വരില്ല. അല്ലാതെ വെറുതെ ഒരു പേരിന് ഇന്റിമസി ഒരു സിനിമയ്ക്കകത്തും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നമ്മള് അല്ലാതെ വെറുതെ ചിലപ്പോ ചിലൊരു കളറ് ആക്കാൻ വേണ്ടിട്ടൊക്കെ ചിലർ പറയും, അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് ആ ഇന്റിമസിയും കാര്യങ്ങളൊക്കെ വളരെ ഡിമാൻഡ് ചെയ്യുന്നതാണ്. കാരണം അത് അങ്ങനെയാണ് അതിന്റെ കഥ പറയുന്നതും. അപ്പൊ അതുകൊണ്ട് ഒരു വളരെ ഭംഗിയായി വൃത്തികേടല്ലാത്ത രീതിയിൽ നമുക്ക് തോന്നാത്ത രീതിയിൽ അങ്ങനെയല്ല, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഇതിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത്.
ഓക്കെ. ഇപ്പം അതുപോലെ തന്നെ ഇപ്പൊ ചെയ്തിട്ടുള്ളത് നമ്മുടെ അനുചേട്ടന്റെ കൂടെയാണ്. ശരിക്കും അനുചേട്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തത് ചേട്ടനെയും ചന്തു ചേട്ടനെയും ആ ഒരു ഗ്യാങ് ആണ്. അപ്പൊ ആ ഒരു ഗ്യാങ് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ പറയുമ്പോൾ ഒരു കോംബോ ഓഫർ പോലെയാണ്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നാണെങ്കിൽ എനിക്കൊന്നും അനുചേട്ടൻ ഉണ്ടായിരുന്നു, വയ്യാന്ന് തോന്നണല്ലേ ആൾക്ക്. എന്തോ എനിക്ക് അറിയില്ല. അപ്പൊ ഭയങ്കര ഒരു കോംബോ ഓഫർ പോലെ ഭയങ്കര. അപ്പൊ ചേട്ടൻ ചേച്ചി അത്ര ക്ലോസ് ആയിരിക്കുമല്ലോ. അപ്പൊ ചേട്ടന്റെ കൂടെ അങ്ങനത്തെ ഒരു കോംബോ സീനൊക്കെ വരുമ്പോൾ ഭയങ്കര വിയേർഡ് ആയിട്ട് തോന്നില്ല? ഭയങ്കര ക്രിഞ്ച് അടിക്കത്തില്ലേ ചെറുതായിട്ട്? ഒരേപോലെ നമുക്ക് വിയേർഡ് ആണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മളെല്ലാവരും അതിനൊക്കെ അപ്പുറത്തെ ആർട്ടിസ്റ്റുകളാണ്. സോ ആരാണ് മുമ്പിൽ നമ്മൾ ആക്ഷൻ പറഞ്ഞ പിന്നെ ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്ന ഒരു, അതെല്ലാവർക്കും അങ്ങനെ ഒരു അത് വേണമല്ലോ. അത് പിന്നെ ഒരു പാർട്ട് ഓഫ് ജോബ്. എന്തായാലും മാളൂട്ടി നേരത്തെ വന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, കുറച്ച് വെള്ളം കുടിപ്പിച്ചു. അപ്പൊ നമുക്ക് ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്, ഭയങ്കര സിമ്പിളാ. നേരത്തെ മാളൂട്ടി ചോദിച്ചല്ലോ കാർട്ടൂൺസ് കാണാറുണ്ടായിരുന്നു. അപ്പൊ മായാവി ലുട്ടാപ്പിയൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നില്ലേ? മായാവി ലുട്ടാപ്പിയൊക്കെ വായിക്കുന്നേ ഉള്ളൂ, ബുക്കിൽ കാണലുണ്ടായിരുന്നില്ല. ഇല്ലില്ല, ബാലരമ വായിക്കുന്ന വായിച്ചാൽ അറിയാലോ. അപ്പൊ ഞാൻ എന്തായാലും എന്താ പറയാ, നമ്മൾ മായാവി കഥ സിനിമയെന്ന് കരുതുക, ഒരു സിനിമയാക്കാന്ന് കരുതുക. അപ്പൊ ഞാൻ ഈ മായാവി ലുട്ടാപ്പി കുട്ടൂസൻ അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പറയും. അപ്പൊ ചേച്ചി അതിന് ചെയ്യാൻ പറ്റിയത് ആരാ എന്ന് പറഞ്ഞാൽ. അല്ല, ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ പേര്, മായാവി ആരാണ്, മായാവി ക്യാപ്റ്റ് ആയിട്ടുള്ള ആള്, അങ്ങനെ. ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ. ഫസ്റ്റ് വൺ മായാവി, നമുക്ക് ആർക്കാർക്കോ ടൈറ്റിൽ കൊടുക്കാൻ പറ്റുക? അയ്യോ, എനിക്ക് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തരും. അപ്പൊ ഞാൻ അതിനെ പിക്ക് ചെയ്യാം. ഓപ്ഷൻ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട അനുചേച്ചി ആവാം, അല്ലെങ്കിൽ മായാവിയായിട്ട് ഭയങ്കര രക്ഷകനായിട്ട് എപ്പോഴും വരണ അങ്ങനെ എനിക്ക് ആരുമില്ല എന്നൊക്കെ. എനിക്കങ്ങനെ ആരും തോന്നണില്ല. എനിക്ക് ഓപ്ഷൻസ് ഒന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ അനുചേട്ടൻ പറയാം, ചന്തുചേട്ടൻ പറയാം, ടോവിനോ പറയാം. ഇപ്പൊ ടോവിനോ ചേട്ടനാണെങ്കിൽ ഇപ്പൊ കുറെ മറ്റേ സൂപ്പർ ഹീറോ പിന്നെ അവിടെ മായാവിയിലേക്ക് എത്തിക്കണ്ട ചോദിച്ചോട്ടെ. അതേപോലെ ദുൽഖർ സൽമാൻ, അങ്ങനെ ഇഷ്ടമുള്ളവര് കുറെ ചോയ്സ് ഉണ്ടല്ലോ. ചന്തുചേട്ടൻ ആയിക്കോട്ടെ. അതെന്ത് പറ്റി? എനിക്ക് ഞങ്ങളുടെ എല്ലാവരെയും മായാവിയാണ് എന്റെ അതേതൊക്കെ. ഓക്കെ, അപ്പൊ ലുട്ടാപ്പി കുറച്ച് കുറുമ്പും കുറച്ച് കുരുത്തക്കേടും. അത് ഞാൻ ഈ സിനിമയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരെ കേട്ടോ പറയണം. ഷെബിനെ പറയാം. ഈ പടത്തിൽ ഷെബിൻ ഉണ്ടായിരുന്നു. സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ബിഗ് ബെൻ കണക്ട് ചെയ്ത് പറഞ്ഞു. ഷെബിനെ പറയാൻ. ഓക്കെ, ഷെബിൻ ചേട്ടനാണ് കുറച്ച് കുറുമ്പ്, നോട്ടി ബോയ് ആണ്. ഓക്കെ, കുട്ടൂസൻ. കുട്ടൂസനായിട്ട് കുറച്ചിങ്ങനെ കുരുട്ട് ബുദ്ധിയൊക്കെ ആയിട്ട്. അനുചേട്ടനെ പിടിച്ചോ? അനുചേട്ടനോ? ഇവിടെ ഷൈൻ ടോം ചാക്കോട്ട് അനുചേട്ടനെ പിടിച്ചോളാം. അനുചേട്ടനായിക്കോട്ടെ. അനുചേട്ടൻ പാവം പാവാണ്. എന്നാലും കുട്ടൂസൻ എന്ന് പറയുമ്പോ ഭയങ്കര മറ്റേ കുരുത്തക്കേടല്ലോ, ഭയങ്കര കുരുട്ട് ബുദ്ധി. ആൾക്കാരെ എങ്ങനെ ബന്ധപ്പെടുത്തി പറഞ്ഞു നോക്കിയതാ. വേറെ ഓപ്ഷൻ ഒന്ന് പറഞ്ഞടാ. വേറെ ഷൈൻ ടോം ഷൈൻ ചേട്ടൻ, കുട്ടൂസൻ. ഓക്കെ, പെർഫെക്റ്റ് ചോയ്സ്. എനിക്കത് കേൾക്കാനായിട്ട് ഇയാള് പറഞ്ഞോണ്ട് ഞാൻ ഷൈൻ ചേട്ടനെ പറഞ്ഞേട്ടാ. അടുത്തത് രാജു. ആരായിരിക്കും രാജു? രാജുവിന് പറ്റിയ രാധ? രാജു ദുൽഖർ ആയിക്കോട്ടെ. അപ്പൊ രാധ ഞാൻ തന്നെ പറയാലോ. പറയാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഡാഗിനി. ഡാഗിനി ആരാ? ഭയങ്കര ഫുൾ ടൈം ഈ കുശുമ്പും. അയ്യോ, എനിക്ക് അങ്ങനെ ആരും ഇല്ലടാ, അറിയുന്നവരില്ല അങ്ങനെ ഡാഗിനി ടൈപ്പ്. എന്നാൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്, ബേസിക്കലി പേഴ്സണാലിറ്റി അങ്ങനെ ആയിരിക്കണ്ട, എന്നാലും ആ ക്യാരക്ടർ ചെയ്യാൻ കുറച്ചും കൂടെ ആപ്റ്റായിട്ട്. അയ്യോ സത്യമായിട്ടല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും എനിക്ക് കിട്ടുന്നില്ല. ഡാഗിനി ആരാ? ഞാനും ഇവിടെ നിന്ന് ഏകദേശം ഡാഗിനിയുടെ ഒരു ചായ. ഡാഗിനിക്ക് അല്ലെ, വേറെ ക്യാരക്ടർ ഒന്നും ഇല്ല ഡാഗിനിയായിട്ട്. അടുത്ത ചോദ്യം. ഓക്കെ, ആ സെഗ്മെന്റ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ ചേച്ചി വന്നിരുന്നപ്പോ തൊട്ട് നമുക്കൊരു തൃശ്ശൂർ സ്ലാങ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഞാൻ പക്കാ തൃശ്ശൂർ അല്ല, എറണാകുളം തൃശ്ശൂർ ആ ബോർഡറിലാണ് പോണത്. ആ വർത്താനം ഞാൻ വന്നിരുന്നപ്പോ തൊട്ട് അത് ആലോചിക്കണം. വർത്താനം ഭയങ്കര സിമിലർ ആയിട്ട് തോന്നുന്നു. അപ്പൊ ശരിക്കും ചേച്ചി തൃശ്ശൂർക്കാരെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പറഞ്ഞ പോലെ ടോക്കറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര കൂടി ഇരിക്കാൻ ഇഷ്ടമുള്ള ആളല്ലേ. അപ്പൊ ശരിക്കും ചേച്ചിക്ക് അതിഥികളുടെ കൂടെ ഇരിക്കാനാണോ അതോ ഒരു പേഴ്സണൽ സ്പേസിൽ അവർ രണ്ടുമാണ്? ഐ ലൈക്ക് ബോത്ത്. ഒരേ സമയം ഞാൻ ആൾക്കാർ ഫ്ലെക്സിബിൾ ആണ്. ആൾക്കാർ കൂടിയാലും എനിക്ക് ഓക്കെ, ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാനും ഞാൻ ഓക്കെ. ഓക്കെ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ചേച്ചിക്ക് ഇപ്പം നമുക്ക് ഈ ഒരു മൂവി സെറ്റിൽ എന്ന് പറയുമ്പോൾ ഈ ചേച്ചിയുടെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു എല്ലാരും കൂടെ. ഈ പറഞ്ഞ ഭയങ്കര ഒരു ഓളം, നിങ്ങൾ ആ ഒരു ഗ്യാങ് തന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ശരിക്കും ചേച്ചി ഈ മൂവി ഓപ്റ്റ് ചെയ്യണ നമുക്ക് റീസൺ ഉണ്ടാവില്ല? ചേച്ചിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് സ്ക്രിപ്റ്റ്സ് എടുക്കണം. സെലക്റ്റീവ് ആയിട്ടല്ല, നമുക്ക് വരുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചാണല്ലോ ഈ പറഞ്ഞ പോലെ സിനിമ വരുമ്പോ ഒരു വലിയ ലക്കാണ് അറ്റ്ലീസ്റ്റ് ചോദിച്ചു വരുന്നത് തന്നെ. അപ്പൊ അതിൽ എനിക്കെല്ലാം നല്ല ടീമും
ഞാൻ നല്ല ടീമാണോന്നോ നോക്കാറുള്ളൂ ചെയ്യാൻ. നല്ല ടീമും നല്ല ക്യാരക്ടർ ആണെങ്കിൽ ചെയ്യുക. അപ്പൊ വരുന്നതിൽ കുറവാണ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ചെയ്യുന്നു. ഇത് എടുക്കാനുള്ള റീസൺ എന്തായിരിക്കും അപ്പൊ നമുക്ക്? ഇതിലെനിക്ക് പെർഫോം ചെയ്യാൻ നല്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വേരിയേഷൻസ് ചെയ്യും. നമുക്ക് പെർഫോം നമ്മളൊന്ന് പോർട്രേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഉണ്ടെന്ന് തോന്നി. ഇപ്പൊ പിന്നെ നല്ല ടീമാണ്. ആഫ്റ്റർ ഓൾ നമുക്കൊരു സിനിമ കഴിഞ്ഞ് വരുമ്പോഴും ആ ഒരു സന്തോഷം ഉണ്ടാവണം. അപ്പം ഞാനത് വളരെയധികം പീസ്ഫുൾ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഒരു കുഞ്ഞു ടാസ്കും കൂടെ ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കുക, എന്നിട്ട് പറയാ നാളെ ബിഗ് ബെന്റെ ഫസ്റ്റ് ഷോ കാണാനായിട്ട് വരുമോന്ന് ചോദിക്കുക. ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നാളെ ബിഗ് ബെന്റെ ഫസ്റ്റ് ഷൂട്ട്. ഫ്രണ്ട് എടുക്കുമെന്ന് അറിയില്ല. ഫ്രണ്ട് എടുക്കായിരിക്കും. എന്നിട്ട് വിളിച്ച് സമ്മതിപ്പിക്കണം നാളെ നമുക്ക് കാണാൻ പോണം എന്ന് പറഞ്ഞിട്ട്. ആണോ? അമ്മേ ആരെ വിളിക്കാൻ പോണ? ആരെ വിളിക്കണ്ടേ? ആരെ വിളിക്കണം ചേച്ചി പറഞ്ഞോ. ചേച്ചി കംഫർട്ടബിൾ ആയിട്ട് വിളിച്ചാൽ വരുമെന്ന് തോന്നുന്ന നേരത്തെ പറഞ്ഞു. വിളിച്ചോക്കട്ടെ. ആരെ വിളിക്കണേ? ഉണ്ണിച്ചേട്ടനെ വിളിക്കാൻ പറ്റുമോ? സ്പീക്കറിലിട്ടു. ഉണ്ണിച്ചേട്ടനെ വിളിക്കോ? ഹലോ ഹലോ ഹലോ, സോറി ഞാനൊരു പ്രൊമോഷന്റെ ഇടയിലാണ്. ഹായ്. അതെ, ഇവര് എന്റെ അടുത്ത് പറയാ എന്റെ ബിഗ് ബെൻ എന്ന് പറഞ്ഞ സിനിമ 28 റിലീസാണല്ലോ. അപ്പൊ അപ്പൊ അത് കാണാൻ വരുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു എന്റെ അടുത്ത്. ദുഷ്ട. അത് മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി വരുമോ എന്നുള്ളതാണ് ടാസ്ക്. ഷൂട്ട് മാറ്റി വെച്ചിട്ട് വരുമോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് അന്ന് എന്നോട് ഒരു പരിപാടിക്ക് പോയപ്പോ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 5 രൂപ ട്രാൻസ്ഫർ ചെയ്ത ആളുടെ കാര്യം ചോദിക്കായിരുന്നു. എനിക്ക് തിരിച്ചൊരു 5 രൂപ ട്രാൻസ്ഫർ ചെയ്യും. പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാണ് നീയാണല്ലോ എനിക്ക് പൈസ തന്നെ. ആ പൈസ തന്നതിന്റെയാണ് ഈ അതിലെന്റെ പേര് വരാം. 5 രൂപ മേടിച്ചതിന് ഞാനൊരു ദിവസം ഷൂട്ട് ക്യാൻസൽ ചെയ്യണല്ലേ? അതെ, ഞാൻ പൈസ ഒന്ന് ഇട്ടെന്നെ കടം ഉണ്ടല്ലോ എനിക്ക്. അപ്പൊ തിരിച്ച് എന്റെ സിനിമയ്ക്ക് വന്നാ മതി. അത് വരുമോ ഇല്ലേ? ഞാനൊരു സെൽഫി വീഡിയോ ഇട്ട് തരാം. ഞാൻ അത്രയും ആ സമയത്ത് ഒരു ക്രിട്ടിക്കൽ മൊമെന്റിൽ 5 രൂപ ഇട്ടെന്ന ഞാനാണ്. അപ്പൊ എന്റെ സിനിമയ്ക്ക് വേണ്ടി വരണം. വരുന്നെന്ന് പറയട്ടെ, ഞാൻ ഇവരുടെ അടുത്ത് വരും. ഉണ്ണി വരും കേട്ടോ. ഒരു മിനിറ്റ്. അല്ല ആങ്കർ ഉണ്ട്. അല്ല ലഞ്ച് ആങ്കർ ഉണ്ട്. ഒരു മിനിറ്റ്. ഹലോ ചേട്ടാ, മൈൽ സ്റ്റോണിൽ നിന്നാണ്. നമ്മൾ ചേച്ചിക്ക് ഒരു ടാസ്ക് കൊടുത്തപ്പോ ചേച്ചി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ചേട്ടനെ വിളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും മൂവി കാണത്തില്ലേ? ചേച്ചിയുടെ കൂടെ ഫസ്റ്റ് ഷോ. അയ്യോ ഇല്ല ഓക്കെ, ഷൂട്ട് പോക്കോട്ടോ. ശരി എന്നാ. താങ്ക് യു. ബൈ. ഓ ചേട്ടൻ ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ട് ഡീൽ ചെയ്തു. കോളാക്കി. അതിന്റെ അടുത്ത് ഒരു 5 രൂപയുടെ കഥയൊക്കെ. അയ്യോ അത് ആളുടെ പ്രൊമോഷന് വേണ്ടിട്ട് അതിന്റെ എന്നെ വിളിച്ചിരുന്നു. 5 രൂപ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ വേണ്ടിട്ടോ? അല്ല, ഇതുപോലെ ടാസ്ക് നിങ്ങളുടെ ഇതേപോലത്തെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചേച്ചി ചെയ്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ നോക്കിയിരുന്ന ഐ മീൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടൊരു മൂവി അലമാരയായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു കല്യാണം കഴിഞ്ഞ് സ്ത്രീധനം പോലെ അലമാരി കൊടുത്ത് അങ്ങനത്തെ ഒരു കഥ പോണതാണല്ലോ. അപ്പൊ ശരിക്കും ചേച്ചി അങ്ങനത്തെ കസ്റ്റം അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ യോജിക്കുന്ന ഒരാളാണോ? യോജിപ്പ് എന്നുള്ളതല്ല. എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഇങ്ങനെ അലമാര ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ ഒരു ട്രഡീഷണൽ അത് ചില നാട്ടിലൊക്കെ ഉള്ള ഒരു ആചാരമാണ്. ആ വഴിക്ക് ചിലവർ നടത്തുന്നു. ഇപ്പൊ അതിനങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ. പൊതുവെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് കല്യാണം എന്നുള്ളൊരു ട്രെൻഡിലേക്കൊക്കെ വന്നു തുടങ്ങിയല്ലോ. അതന്നെ വലിയ സന്തോഷം. അപ്പൊ എന്തായാലും നമ്മുടെ മൂവി ഇറങ്ങാൻ പോവാ. 28-ാം തീയതി നമ്മുടെ ബിഗ് ബെൻ ഓഡിയൻസിലേക്ക് എത്താൻ പോവാ. അനുചേട്ടനാ തോന്നുന്നു ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അതായത് ആ മൂവിയുടെ എല്ലാ പ്രോസസ്സും അറിഞ്ഞ് ഭയങ്കര എൻജോയ് ചെയ്തൊരു മൂവിയാണ്. അത് 1 മില്യൺ ആവുകയും ചെയ്തു. അതിന്റെ പാട്ട് ഇറങ്ങിയ സംഭവം ട്രെയിലർ ഇറങ്ങിയപ്പോ 1 മില്യൺ ആയി. അപ്പൊ അതേപോലെ ഇനി തിയേറ്ററിൽ ഇറങ്ങുമ്പോ കുറെ ആളുകൾ കണ്ട് ഇതേപോലെ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ മൂവീസ് ആണെങ്കിലും ഭയങ്കര ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. നല്ല അഭിപ്രായം. അതായത് കോണ്ടന്റ് ബേസിലാണ് ഇപ്പൊ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരു വലിയ സ്റ്റാർ വാല്യൂ, സ്റ്റാർ കാസ്റ്റ് അത്രയും ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ സിനിമ കാണുന്നുള്ളത് മലയാളി പ്രേക്ഷകർ ഇപ്പൊ അങ്ങനെയല്ല. നല്ല സിനിമയാണ്, നല്ല കോണ്ടന്റ് ആണ്, നല്ല രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി വരുന്നുണ്ട്. അപ്പം നല്ല സിനിമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാരും വരട്ടെ, ഈ പറഞ്ഞ പോലെ അടുത്ത ഹിറ്റ് ആവട്ടെ.
അതെ, ഇഷ്ടപ്പെട്ട സിനിമ. അതെ, പൊളിച്ചടക്കം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇനി പോയി പ്രിവ്യൂ ഒക്കെ കണ്ടിട്ട് പോലെ. ശരി, ബൈ.